സ്നേഹപിതാവായ ദൈവമേ, ശ്രവ്യദൃശ്യ മാധ്യമങ്ങളിലൂടെ ഈ പ്രോഗ്രാം കാണുകയും കേൾക്കുകയും ചെയ്യുന്ന മുഴുവൻ ആളുകളുടെ മേലും കരുണയായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ മഹാകരുണയാൽ, മഹാകൃപയാൽ തിരുവചനം പഠിക്കുവാനും ധ്യാനിക്കുവാനും മനസ്സിലാക്കുവാനും മനനം ചെയ്യുവാനും ഹൃദയത്തിൽ ആലേഖനം ചെയ്യുവാനും ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥനയെല്ലാം പരിശുദ്ധാത്മാവിലൂടെ യേശു ക്രിസ്തു വഴി പിതാവായ ദൈവത്തിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 16-ാമത്തെ അധ്യായത്തിൽ 5-ാമത്തെ തിരുവാക്യം തുടങ്ങുന്നത് ഇങ്ങനെയാണ്: പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇന്ന് ഈ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് നമുക്ക് ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. യേശു 14-ാമത്തെ അധ്യായത്തിൽ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് ശിഷ്യന്മാരെ പഠിപ്പിക്കുന്നു. പരിശുദ്ധാത്മാവ് സത്യത്തിൻ്റെ ആത്മാവാണ്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിൽ വസിക്കും. നിങ്ങൾ ധാരാളം ഫലം പുറപ്പെടുവിക്കും. പരിശുദ്ധാത്മാവ് കടന്നു വരുമ്പോൾ നിങ്ങളെ പഠിപ്പിക്കും. പരിശുദ്ധാത്മാവ് നിങ്ങളെ അനുസ്മരിപ്പിക്കും. നിങ്ങളുടെ ഉള്ളിൽ നിന്ന് എല്ലാ ഉത്കണ്ഠയും ആകുലതയും എടുത്ത് മാറ്റും. സഹായകനാണ് പരിശുദ്ധാത്മാവ് തുടങ്ങിയ പ്രബോധനങ്ങളൊക്കെ 14-ാമത്തെ അധ്യായത്തിൽ കൊടുക്കുന്നു. 16-ാമത്തെ അധ്യായത്തിൽ വരുന്ന സമയത്ത് ഈ പ്രബോധനത്തിന് തുടർച്ചയായിട്ട് പരിശുദ്ധാത്മാവ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് പറയുകയാണ്. ആ പോകുന്ന സമയത്ത് 7-ാമത്തെ തിരുവാക്യത്തിൽ വരുന്ന സമയത്ത് നിങ്ങൾ വായിക്കുന്നു, യേശു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ പോകുന്നത്. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ പോകുന്നത്. നിങ്ങളുടെ നന്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശിഷ്യന്മാരോടാണ് പറയുന്നത്. ഞാൻ പോകുന്നത് നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പോകുന്നുണ്ടെങ്കിൽ മാത്രമാണ് സഹായകനായ പരിശുദ്ധാത്മാവ് വരികയുള്ളൂ. സഹായകനായ പരിശുദ്ധാത്മാവ് വന്ന് നിങ്ങളുടെ ഉള്ളിൽ വസിക്കുമ്പോഴാണ് നിങ്ങളുടെ വ്യക്തിത്വത്തിന് വളർച്ച സംഭവിക്കുകയും നിങ്ങൾ ലോകമെങ്ങും ചെന്ന് സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവാനും പ്രഘോഷിക്കുവാനും സാധ്യമാവുള്ളൂ. ഞാൻ പോകുന്നില്ലെങ്കിൽ, 7-ാമത്തെ വാക്യത്തിൽ, ഞാൻ പോകുന്നില്ലെങ്കിൽ സഹായകൻ നിങ്ങളുടെ അടുക്കലേക്ക് വരികയില്ല. ഇപ്പോൾ 2 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, ഞാൻ പോകുന്നതിനെക്കുറിച്ച് നിങ്ങൾ ദുഃഖിക്കേണ്ട. 2, ഞാൻ പോകുന്നില്ലെങ്കിൽ സഹായകൻ വരികയില്ല. ഞാൻ പോയാൽ മാത്രമാണ് സഹായകൻ വരികയുള്ളൂ. ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കലേക്ക് ഞാൻ അയക്കും. ശ്രദ്ധിക്കേണ്ടത്, അവൻ എന്ന പദപ്രയോഗം 14-ാമത്തെ അധ്യായം വായിക്കുമ്പോഴും പരിശുദ്ധാത്മാവിനെ പറയുന്ന സമയത്ത് അവൻ എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിയെയാണ് നമ്മൾ സാധാരണ അവൻ, അവൾ എന്നൊക്കെ വിളിക്കാറ്. ഇപ്പോൾ യേശു പരിശുദ്ധാത്മാവിനെ ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നത്. ആ വ്യക്തി അദൃശ്യ വ്യക്തിത്വമാണ്. നമ്മുടെ ഈ ലോകത്തിൻ്റെ കാഴ്ച പ്രകാരം അല്ലെങ്കിൽ നമ്മുടെ ഭൗതികമായ കണ്ണുകൾ ഉപയോഗിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിനെ കാണാൻ കഴിയുന്നില്ലെങ്കിലും യേശു പരിശുദ്ധാത്മാവിനെ അവതരിപ്പിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിലാണ്. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ വായിക്കുന്നു, ഞാൻ പോകുന്നില്ലെങ്കിൽ സഹായകൻ നിങ്ങളുടെ അടുത്തേക്ക് വരികയില്ല. ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കലേക്ക് ഞാൻ അയക്കും. അപ്പോൾ പിതാവിനോട് ആവശ്യപ്പെടുകയും പിതാവ് എന്നോട് പറയുകയും പിതാവ് യേശുവിലൂടെയാണ് പരിശുദ്ധാത്മാവിനെ അയക്കുക. അവൻ വന്ന്, ഇപ്പോൾ പരിശുദ്ധാത്മാവ് വന്ന് വീണ്ടും ഈ അവൻ എന്ന ഒരു വ്യക്തിത്വമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് പറയുന്നത്. അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തെ ബോധ്യപ്പെടുത്തും. ഇപ്പം നേരത്തെ 14-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞു പരിശുദ്ധാത്മാവ് നിങ്ങളെ പഠിപ്പിക്കുകയും നിങ്ങളെ അനുസ്മരിപ്പിക്കുകയൊക്കെ ചെയ്യുന്നു പറഞ്ഞു. ഇവിടെ പറയുന്നു പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞാൽ ചെയ്യുന്ന വേറെ ചില കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഒന്ന്, പാപത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നു. എന്താണ് പാപം, എന്താണ് പുണ്യം, എന്താണ് നന്മ, എന്താണ് തിന്മ, എന്താണ് ജീവൻ, എന്താണ് മരണം, എന്താണ് ദൈവത്തിൻ്റെ ആഗ്രഹങ്ങൾ, എന്താണ് മനുഷ്യൻ്റെ ആഗ്രഹങ്ങൾ. ജെറമ്യാ പ്രവചന പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, പിതാവായ ദൈവം പറയുന്നുണ്ടല്ലോ, എനിക്ക് നിങ്ങളെക്കുറിച്ചുള്ള ഒരു പദ്ധതിയുണ്ട്, അത് നിങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പറയുന്നു, ഈ ക്ഷേമത്തിനുള്ള പദ്ധതിക്ക് എതിരായി പോകുന്നത് പലപ്പോഴും നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്ന പാപമാണ്. അതുകൊണ്ട് പറയുന്നു, പരിശുദ്ധാത്മാവ് കടന്നു വന്നു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് പാപത്തെക്കുറിച്ച് നിങ്ങളെ പഠിപ്പിക്കുന്നു. എന്താണ് പാപം? സാധാരണഗതിയിൽ പാപത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് പറയാറുണ്ട്, നിയമത്തിൻ്റെ ലംഘനമാണ് പാപം. കോടതി ഭാഷയാണെങ്കിൽ നിയമം തെറ്റിക്കുകയാണെങ്കിൽ നിയമലംഘനമാണ്. ആ നിയമലംഘനത്തിന് ശിക്ഷയുണ്ട്. ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ റോട്ടിൽ മുഴുവൻ ക്യാമറ വെച്ചിരിക്കുന്നു. ഓവർ സ്പീഡിൽ ഒരാൾ 80 കിലോമീറ്ററിൽ കൂടുതൽ സ്പീഡിൽ ഓടിച്ചാൽ ഉടനെ ക്യാമറ അത് പകർത്തുന്നു, നോട്ടീസ് വരുന്നു, ഫൈൻ അടിപ്പിക്കുന്നു. അല്ലെങ്കിൽ ഹെൽമെറ്റ് വെച്ചില്ല, നിയമം ലംഘിച്ചു, ഫൈൻ അടിക്കുന്നു.
അപ്പോൾ ഇതെല്ലാം നിയമലംഘനമായിട്ടാണ് കാണുന്നത്. എന്നാൽ ആത്മീയ കാഴ്ചപ്പാടിൽ നിയമങ്ങൾ ലംഘിക്കുന്നത് പാപമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ സുവിശേഷം വായിക്കുമ്പോൾ നമ്മൾ വായിക്കുന്നു, ഈജിപ്തിലെ അടിമത്തു നിന്ന് കടന്നു വന്ന 26 ലക്ഷം ജനം സീനായി മലയുടെ താഴത്ത് തമ്പടിച്ച് താമസിക്കുന്ന സമയത്ത് മോശ 40 ദിവസം പോയി പ്രാർത്ഥിക്കുകയും ദൈവം മോശയ്ക്ക് 10 കൽപ്പനകൾ എഴുതി കൊടുത്തു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം ഈ 10 കൽപ്പനയെങ്കിലും നിർബന്ധമായും അനുസരിക്കണം. ഈ 10 കൽപ്പനകൾക്ക് പുറമെ മോശ ദൈവാത്മാവിനാൽ പ്രേരിതമായി 613 നിയമങ്ങൾ എഴുതി കൊടുത്തു. ഇന്നും ഇസ്രായേലിൽ ഈ നിയമങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അവിടെ കോടതികൾ പ്രവർത്തിക്കുന്നത്. മോശയുടെ കാലം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏകദേശം 4000 വർഷമായി. 4000 വർഷം കഴിഞ്ഞിട്ടും മോശ എഴുതി കൊടുത്ത 613 നിയമങ്ങളും 10 കൽപ്പനകളുടെ അടിസ്ഥാനത്തിലാണ് ഇസ്രായേൽ രാജ്യത്തെ നിയമസംഹിത മുന്നോട്ട് പ്രവർത്തിക്കുന്നത്. അപ്പോൾ അവിടെ പറയുന്നത് പരിശുദ്ധാത്മാവ് കടന്നു വന്നു കഴിഞ്ഞാൽ പാപം എന്താണെന്ന് കുറിച്ച് ധാർമ്മിക നിയമങ്ങളെക്കുറിച്ചിട്ടുള്ള ഒരു അറിവ് നൽകുകയും അല്ലെങ്കിൽ നമ്മുടെ മനസാക്ഷി നമ്മളോട് സംസാരിക്കുകയും പാപത്തിൽ നിന്ന് പിന്മാറുവാനായിട്ടുള്ള ഒരു ആത്മപ്രചോദനം നൽകുകയും ചെയ്യുന്നു. അപ്പോൾ പാപം എന്താണ്, പാപത്തിൽ നിന്ന് എങ്ങനെ അകന്നു നിൽക്കണം, പാപം ചെയ്യുന്ന സ്ഥലങ്ങൾ, വ്യക്തി, സമയം, ഇതിൽ നിന്നൊക്കെ ഒരു വേർപാട് എങ്ങനെ അനുഷ്ഠിക്കണം എന്നതിനെക്കുറിച്ച് പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുന്നു. 2, നീതിയെക്കുറിച്ച് പഠിപ്പിക്കുന്നു. ഈ നീതി എന്ന് പറയുന്ന സമയത്ത് പലപ്പോഴും നമ്മുടെ ഒരു തെറ്റിദ്ധാരണയുണ്ട്. പഴയ നിയമമൊക്കെ വായിക്കുന്ന സമയത്ത് കണ്ണിന് പകരം കണ്ണ് എന്ന് പറഞ്ഞാൽ നിൻ്റെ ഒരു കണ്ണ് ഒരുത്തൻ കളയുകയാണെങ്കിൽ അവൻ്റെ ഒരു കണ്ണ് നീ കളഞ്ഞു. പല്ലിന് പകരം പല്ല്, ഒരുത്തൻ നിന്നെ അടിച്ച ഒരു പല്ല് കളയുകയാണെങ്കിൽ അവൻ്റെ ഒരു പല്ല് അടിച്ച് കളഞ്ഞു. അത്തരം ഒരു കാടൻ നിയമവ്യവസ്ഥ നിൽക്കുന്ന സമയത്താണ് യേശു വന്നിട്ട് നീതിയെക്കുറിച്ച് പറയുന്നത്. യേശു വന്നിട്ട് മറ്റൊരു കാര്യമാണ് പറയുന്നത്, എന്താണ്? ശത്രുക്കളെ സ്നേഹിക്കുക. നിൻ്റെ ഒരു കവിളിൽ അടിച്ചു കഴിഞ്ഞാൽ നിൻ്റെ മറ്റേ കവിളും കൂടെ കാണിച്ചു കൊടുക്കുക. 2 ഉടുപ്പുള്ളവൻ 1 ഉടുപ്പ് അവന് കൊടുക്കട്ടെ. നിന്നോട് 1 മൈൽ നടക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നീ 2 മൈൽ നടക്കുക എന്ന് പറയുന്ന ധാർമ്മിക മൂല്യങ്ങൾ വ്യത്യസ്തപ്പെടുത്തി കൊടുക്കുന്നു. 2ാമത് പറയുന്നു, നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ചില കാര്യങ്ങളൊക്കെ പറയുന്നു. മോശയുടെ 10 കൽപ്പനകളിലൊന്നാണ് വ്യഭിചാരം ചെയ്യരുത്, അന്യൻ്റെ ഭാര്യയെ മോഹിക്കരുത് എന്നൊക്കെ പറയും. പക്ഷേ യേശു പറയുന്നു, നീ നിൻ്റെ ഹൃദയത്തിൽ, നിൻ്റെ മനസ്സിൽ നീ ഒരു സ്ത്രീയെ നീ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നീ ഹൃദയത്തിൽ വ്യഭിചരിച്ചു. മോശയുടെ നിയമം അനുസരിച്ച് പ്രവൃത്തിയാണ് വ്യഭിചാരത്തിലേക്ക് നയിക്കുക, ചിന്തയ്ക്ക് പാപമില്ലായിരുന്നു. യേശുവിൻ്റെ കാലം വന്ന സമയത്ത് പറയുന്നു, ചിന്ത പാപമായി തീരുന്നു. അപ്പോൾ നിൻ്റെ കണ്ണ് ദുഷ്പ്രേരണയ്ക്ക് കാരണമാവുന്നതിന് ആ കണ്ണ് പിഴുതെടുത്ത് കളയാനാണ് പറയുന്നത്. എന്നിട്ട് പറയുന്നു, 2 കണ്ണും കൊണ്ട് നരകത്തിൽ പോകുന്നതൊക്കെ നല്ലത് 1 കണ്ണ് കൊണ്ട് സ്വർഗത്തിൽ പോകുന്നതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീതിബോധത്തെക്കുറിച്ച് പറയുന്നു. നമ്മൾ പലപ്പോഴും സുവിശേഷം വായിക്കുന്ന സമയത്ത് നോഹ നീതിമാനായിരുന്നു, എബ്രഹാം നീതിമാനായിരുന്നു, ഇസഹാക്ക് നീതിമാനായിരുന്നു, മോസസ് നീതിമാനായിരുന്നു, അല്ലെങ്കിൽ പുതിയ നിയമത്തിൽ കടന്നു വരുന്ന സമയത്ത് യൗസേപ്പ് പിതാവിനെ കുറിച്ച് പറയുന്നു നീതിമാനായിരുന്നു. അപ്പോൾ സുവിശേഷം തന്നെ പലരും നീതിമാനെ കുറിച്ച് പറയാറുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ നീതിശാസ്ത്രം അനുസരിച്ച് ഭൂമിയിൽ ജീവിക്കുക. ഈ ഭൗമികമായ നിയമങ്ങളുടെ ലംഘനവും ഭയന്നും ഇനി ഭൂമിയിലെ നിയമം എന്ന് പറയുന്നത് പലപ്പോഴും പിടിക്കപ്പെട്ടാൽ മാത്രമാണ് കുറ്റവാളിയാവുള്ളൂ. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ തവണ ചെയ്ത പാപം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റെയിൽവേ സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോമിനകത്ത് കിടക്കണമെങ്കിൽ പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്തിട്ടേ കയറാൻ പാടുള്ളൂ. പണ്ട് 1 രൂപയായിരുന്നു, പിന്നെ 2, 5, 10 ഞാൻ വളരെ അപൂർവം അവസരങ്ങളിലാണ് സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോമിൽ ആരെങ്കിലും ഗസ്റ്റിനെ കൊണ്ടുപോകാൻ പോകുമ്പോൾ പ്ലാറ്റ്ഫോമിൽ പോയി അവരെ കൊണ്ടുവരാൻ പോയ സമയത്ത് ഇന്ന് വരെ പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്തത് വളരെ കുറവാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുക്കാതെ പ്ലാറ്റ്ഫോമിൽ പ്രവേശിക്കുന്നത് നിയമലംഘനമാണ്. ആ നിയമം ഞാൻ ലംഘിക്കുന്നു. പക്ഷേ ഞാൻ പിടിക്കപ്പെടാതിരുന്നുകൊണ്ട് കാര്യമായിട്ട് ഫൈൻ പോയിട്ടില്ല. പലപ്പോഴും നോ പാർക്കിംഗ് എന്ന് എഴുതിയ സ്ഥലത്ത് പോലീസ് ഉണ്ടോ വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കുന്നു, ഇല്ല. ഇല്ലെങ്കിൽ അവിടെ പോയി വണ്ടി പാർക്ക് ചെയ്യുന്നു. പോലീസ് ഒന്ന് പിടിക്കുകയാണെങ്കിൽ ഫൈൻ അടിക്കുന്നു, ഇല്ലെങ്കിൽ ഫൈൻ അടിക്കാതെ പോകുന്നു. ഇപ്പോൾ ഇങ്ങനെയുള്ള നിയമലംഘനങ്ങളൊക്കെ പലതും അറിഞ്ഞോ അറിയാതോ നമ്മൾ ചെയ്യുന്നു. ഇപ്പോൾ ചെറിയ ഷോർട്ട് ട്രിപ്പ് പോകുന്ന സമയത്ത് പലപ്പോഴും സീറ്റ് ബെൽറ്റ് ഇട്ടിട്ട് വേണം ഡ്രൈവ് ചെയ്യാനായിട്ട്. ചെറിയ ട്രിപ്പുകളൊക്കെ പോകുന്ന സമയത്ത് ഇപ്പോൾ എൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് പള്ളി വരെ പോകാൻ 1/2 കിലോമീറ്ററാണ്. പള്ളിയിലേക്കാണ് പോകുന്നത്, കുർബാനയ്ക്കാണ് പോകുന്നത്, പ്രാർത്ഥിക്കാനാണ് പോകുന്നത്. പക്ഷേ പലപ്പോഴും സീറ്റ് ബെൽറ്റ് ഇടാതെയാണ് ഷോർട്ട് ട്രിപ്പുകൾ പോകുന്നത്. അതേസമയം ടൗണിൽ പോകുന്ന സമയത്ത് പോലീസ് നിൽക്കുന്ന സിഗ്നലുള്ള സ്ഥലത്തൂടെ പോകുമ്പോൾ നിർബന്ധമായിട്ട് അത് ഇടുകയും ചെയ്യും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയമം അനുസരിക്കാനുള്ള അനുസരണശീലം ഉണ്ടായിട്ടല്ല, ശിക്ഷ ഭയന്നിട്ടാണ് നിയമം അനുസരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പറയുന്നു നീതിയെക്കുറിച്ച് പരിശുദ്ധാത്മാവ് പഠിപ്പിക്കും. 3ാമത് പറയുന്നു ന്യായവിധിയെക്കുറിച്ച് പഠിപ്പിക്കും. അപ്പോൾ പരിശുദ്ധാത്മാവ് കടന്ന സമയത്ത് പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച് പഠിക്കും.
ഇപ്പം ന്യായവിധി എന്ന് കേൾക്കണ സമയത്ത് പലപ്പോഴും ആളുകൾക്ക് വിചാരിക്കും ഈ കോടതിയിലൊക്കെ പോയിട്ട് കിട്ടുന്ന ന്യായവിധിയെക്കുറിച്ചാണ് പറയുന്നത്. കോടതി ന്യായം കൊടുക്കുന്ന സ്ഥലമല്ല. കോടതിയിൽ പലപ്പോഴും ഞാൻ പല കേസിൻ്റെ ആവശ്യങ്ങൾക്ക് പോയിട്ടുണ്ട്. അപ്പോൾ കോടതി ജഡ്ജി വന്ന് ഇരിക്കുന്ന സമയത്ത് ജഡ്ജി കിടക്കണു, എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുന്നു, ജഡ്ജി ഇരിക്കുന്നു. അപ്പോൾ എല്ലാവരും ജഡ്ജിനെ ആദരവോടെ തല വണങ്ങുന്നു, ഇരിക്കുന്നു. അത് കഴിഞ്ഞാൽ ആദ്യത്തെ ചോദ്യം കോടതിയിൽ കേൾക്കുന്നൊരു സാധാരണ ജഡ്ജിയുടെ മുമ്പിലിരിക്കുന്ന ശിരസ്ദാർ എന്ന് പറയുന്ന, ഇപ്പോഴത്തെ പേരും അല്ല വേറെ എന്തെങ്കിലും പേരായി കാണും, ഇദ്ദേഹം വിളിച്ച് അന്യായക്കാരുണ്ടോ 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 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യായം കൊടുക്കുന്ന സ്ഥലമല്ല, അന്യായം കൊടുക്കുന്ന ആൾക്കാരാണ് വന്നിരിക്കുന്നത്. ന്യായത്തിന് വേണ്ടി വരുന്ന സ്ഥലമല്ല, അന്യായം കൊടുക്കുന്ന ആളുകളെയാണ് വിളിച്ച് വരുത്തി, അവർക്കാണ് ഒന്നാം സ്ഥാനം. അത് കഴിയുമ്പോൾ വക്കീൽമാരൊക്കെ എഴുന്നേൽക്കുന്നു, അന്യായം ഫയൽ ചെയ്യുന്നു. ന്യായം ഫയൽ ചെയ്യുന്നു എന്നല്ല പറയുന്നത്, അന്യായം ഫയൽ ചെയ്യുന്നതാണ് കോടതി ഭാഷ. എന്തുകൊണ്ടാണ് കോടതിയിൽ ഇങ്ങനെ ഒക്കെ പ്രവർത്തിക്കണമെന്ന് പലപ്പോഴും കോടതിയിൽ ചെന്ന് നിൽക്കുമ്പോൾ ചിന്തിക്കാറുണ്ട്. പക്ഷേ നമുക്ക് ചിന്തിക്കാനല്ലേ പറ്റുള്ളൂ. പക്ഷേ ഇവിടെ പറയുന്നു ന്യായവിധിയെക്കുറിച്ച് ലോകത്തെ ബോധ്യപ്പെടുത്തും. അപ്പോൾ എന്താണ് ന്യായവിധി? ഞാൻ പലപ്പോഴും ധ്യാനങ്ങൾക്കും സുവിശേഷ പ്രഘോഷണങ്ങൾക്കും ബൈബിൾ ക്ലാസ്സിനൊക്കെ പോകുമ്പോൾ ഞാൻ ഈ വചനം എടുത്തിട്ട് പലരോടും ചോദിക്കാറ്, എന്താണ് ന്യായവിധി? അപ്പോൾ എല്ലാവരും പൊതുവെ പറഞ്ഞ് ന്യായമായിട്ട് വിധിക്കുക, അതാണ് ന്യായവിധി. അപ്പോൾ ചില ആളുകൾ പറയും കുടുംബസ്വത്ത് ഭാഗം വയ്ക്കുമ്പോൾ 10 സെൻറ്റ് സ്ഥലമുണ്ട്, 2 ആൺമക്കളുണ്ടെങ്കിൽ അത് 2ആയിട്ട് പങ്കുവയ്ക്കുക, 5 സെൻറ്റ് വീതം കൊടുക്കുക, അതാണ് ന്യായം. പക്ഷേ ഈ അടുത്ത കാലത്തൊരു തമാശയുണ്ടായി. ഒരു ധ്യാനം നടക്കുന്ന സമയത്ത് ഞാൻ ചോദിച്ചു എന്താണ് ന്യായവിധി? അപ്പോൾ ഒരാൾ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു ഒരാൾക്ക് 10 സെൻറ്റ് സ്ഥലമുണ്ട്, 2 ആൺമക്കളുണ്ട്, 2 പേർക്ക് 5 സെൻറ്റ് കൊടുത്തു, അതാണ് ന്യായം, അതാണ് ന്യായവിധി. ഉടനെ അപ്പുറത്തെ സീറ്റിൽ ഇരുന്ന ഒരു ചെക്കൻ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു അത് പറ്റത്തില്ല. എന്താണെന്ന് ചോദിച്ചു. 10 സെൻറ്റ് സ്ഥലം ഉണ്ടെങ്കിൽ 2 ആൺമക്കൾക്കായിട്ട് പങ്കുവെച്ച് കൊടുക്കരുത്, കാരണം എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഈ 2 ആൺമക്കൾക്ക് അപ്പനും അമ്മയുണ്ടല്ലോ, അവർ ജീവിച്ചിരിപ്പുണ്ടല്ലോ, അപ്പോൾ എത്ര ആളായി? 4ആയി. അതുകൊണ്ട് 10 സെൻറ്റ് എന്ത് ചെയ്യണം? 4ആയിട്ട് പങ്കുവെച്ച് 2.5 സെൻറ്റേ കൊടുക്കാവൂ. എന്താണോ അങ്ങനെ കൊടുക്കണേ? ഇല്ലെങ്കിൽ ഇവരൊന്നും ആ അപ്പനെ അമ്മേനും നോക്കില്ല, അവർക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിലേ തിരിഞ്ഞു നോക്കുകയുള്ളൂ. ഞാൻ എന്തായാലും ഇത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഈ ചെക്കനോട് പറഞ്ഞു ധ്യാനം കഴിഞ്ഞ മോനെ നീ പോരുത്, നിൻ്റെ അപ്പനമ്മയും വരുമ്പോൾ എനിക്കൊന്ന് കാണണം എന്ന് പറഞ്ഞു. അപ്പോഴത്തെ പ്രശ്നം എന്താ വെച്ചാൽ ഈ കുട്ടി ഇങ്ങനെ പറയാനുള്ള കാരണം അവരുടെ വീട്ടിൽ വലിയ വഴക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ അപ്പനെ അമ്മയെ നോക്കാൻ 2 ആൺമക്കളും തയ്യാറില്ല, 2 പേർക്കും കുടുംബസ്വത്ത് പങ്കുവെച്ച് കിട്ടുകയും വേണം. അപ്പോൾ ഇതാണ് കാഴ്ചപ്പാട്, ജനത്തിൻ്റെ കാഴ്ചപ്പാട്. അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തെ ബോധ്യപ്പെടുത്തും. അപ്പോൾ എന്താണ് ന്യായവിധി എന്നാണ് ചോദ്യം. ന്യായവിധി എന്ന് പറയുന്നത് യേശു കുരിശിൽ മരിച്ചു, ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. യേശു കുരിശിൽ മരിച്ചതിന് ശേഷം 40 ദിവസം ശിഷ്യന്മാരെ പഠിപ്പിച്ചു. തുടർന്ന് യേശു സ്വർഗാരോഹണം നടന്നു, യേശു സ്വർഗത്തിൽ പോയി. ആ പോകുന്ന സമയത്ത് യേശു പറഞ്ഞു ഞാൻ വീണ്ടും വരും. എന്തിനു വേണ്ടിയാണ് ഞാൻ വീണ്ടും വരുന്നത്? ലോകത്തെ ന്യായം വിധിക്കുവാനായിട്ട് ഞാൻ വീണ്ടും വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തതുപോലെ തന്നെ യേശു വീണ്ടും വരും. 2000 വർഷം മുൻപ് വന്നപ്പോൾ കാലിത്തൊഴുത്തിൽ ഒരു ദരിദ്രനായി സ്വന്തം വീട് പോലുമില്ലാതെ ആടുകളെ അല്ലെങ്കിൽ കാലികളെ മേയ്ക്കുന്ന ഒരു ഗുഹയിൽ ജനിക്കുന്നു, ദരിദ്രനായി ജീവിക്കുന്നു, അടിയേൽക്കുന്നു, ചമ്മട്ടികൾ കൊണ്ട് അടിയേൽക്കുന്നു, കുരിശിൽ തറയ്ക്കുന്നു, മരിക്കുന്നു. ഒരു സഹനദാസനായി യേശു ഭൂമിയിൽ നിന്ന് പോകുന്നു. എന്നാൽ അടുത്ത പ്രാവശ്യം വരുന്ന സമയത്ത് യേശുവിൻ്റെ മടങ്ങി വരവിൽ യേശു രാജാവായിട്ടാണ് വരുന്നത്, ഇരുമ്പ് ദണ്ഡുമായിട്ടാണ് വരുന്നത് എന്ന് പറഞ്ഞ ലോകത്തെ ന്യായം വിധിക്കാനാണ് വരുന്നത്. എന്നിട്ട് പറയുന്നു നല്ലവരെ വലതുഭാഗത്തും തിന്മ ചെയ്ത ദുഷ്ടത പ്രവർത്തിച്ച ആളുകളെ ഇടതുഭാഗത്തേക്കുമായി വേർതിരിക്കും. കുഞ്ഞാടുകളെയും കോലാടുകളെയും ഇടയൻ വേർതിരിക്കുന്ന പോലെ നന്മ ചെയ്തവരെയും തിന്മ ചെയ്തവരെയും 2 ഗണമായി വേർപിരിക്കുകയും നന്മ ചെയ്ത ആളുകൾ ശുദ്ധീകരണ സ്ഥലത്തിലേക്ക് കടന്നു പോവുകയും വിശുദ്ധീകരിക്കപ്പെടുകയും ചെയ്ത ആളുകൾ അവർ സ്വർഗത്തിലേക്ക് യേശുവിൻ്റെ ഒപ്പം കൂടെ പോവുകയും ദുഷ്ടത ചെയ്ത് തിന്മ ചെയ്ത് അതിനെക്കുറിച്ച് ദുഃഖിക്കാതെ പശ്ചാത്തപിക്കാതെ വീണ്ടും ചെയ്ത തെറ്റ് തന്നെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പാപം ചെയ്യുകയൊക്കെ ചെയ്ത ആളുകൾ അവർ നിത്യനരകത്തിലേക്ക് ആവുകയും ചെയ്യുന്നു. ഈ യേശുവിൻ്റെ 2ാം വരവിൽ നടക്കുന്ന മരിച്ചവരുടെ ഉയർപ്പും ജീവിച്ചിരിക്കുന്ന ആളുകൾ രൂപാന്തരപ്പെടുകയും മരിച്ച ആളുകളെയും രൂപാന്തരപ്പെട്ട ആളുകളെയും ന്യായം വിധിക്കുകയും നന്മ ചെയ്തവരെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയും യേശു പറയുന്നുണ്ട് എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, ആ വാസസ്ഥലം ഒരുക്കിയതിന് ശേഷം ഞാൻ കടന്നു വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോവുകയും ചെയ്യും. ഇത് സംഭവിക്കുന്നതാണ് ന്യായവിധി എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് കടന്നു വരുന്ന സമയത്ത്
പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തെ ബോധ്യപ്പെടുത്തുമെന്നാണ് പറഞ്ഞത്. പലപ്പോഴും ഇപ്പം എന്താ വെച്ചാൽ ഇന്ന് നമുക്ക് പല കാര്യങ്ങളും അറിവുണ്ട്, ആ അറിവൊന്നും ബോധ്യങ്ങളാവുന്നില്ല. എന്നാൽ പരിശുദ്ധാത്മാവ് കടന്നു വരുന്ന സമയത്ത് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തെ ബോധ്യപ്പെടുത്തും. അവർ എന്നിൽ വിശ്വസിക്കാത്തതിനാൽ പാപത്തെക്കുറിച്ച്, എന്നിട്ട് പാപത്തെക്കുറിച്ച് പറയുകയാണ്. നമ്മൾ ഭൗതികമായിട്ട് പല പാപങ്ങളെക്കുറിച്ച് ഞാനിപ്പോൾ പറഞ്ഞു, ഹെൽമെറ്റ് വയ്ക്കാത്തത്, സ്റ്റേഷനിൽ പോകുമ്പോൾ സിഗ്നലിൻ്റെ അവിടെ നിർത്താതെ പോകുന്നത്, ലെഫ്റ്റ് സൈഡിൽ കൂടെ ഓവർടേക്ക് ചെയ്യുന്നത് ഒക്കെ പാപം എന്നുള്ള കോൺസെപ്റ്റിനെ കുറിച്ച് ആണ് പറഞ്ഞത്. പക്ഷെ അതിൽ ഉപരിയായിട്ട് പരിശുദ്ധാത്മാവ് പറഞ്ഞ സമയത്ത് പറയുന്നു, ഒന്നാമത്തെ പാപം യേശുവിൽ വിശ്വസിക്കാത്തതാണ് ഒന്നാമത്തെ പാപം. ഞാൻ പിതാവിൻ്റെ അടുക്കിലേക്ക് പോകുന്നതുകൊണ്ട് ഇനിമേൽ നിങ്ങൾ കാണുകയില്ലെന്നും നീതിയെക്കുറിച്ചും ഈ ലോകത്തിൻ്റെ അധികാരി വിധിക്കപ്പെടുന്ന ന്യായവിധിയെക്കുറിച്ചും ബോധ്യപ്പെടുത്തും. അപ്പോൾ പരിശുദ്ധാത്മാവ് കടന്നു വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും നമ്മളെ പഠിപ്പിക്കും. 13-ാമത്തെ വാക്യം പറയാണ്, സത്യാത്മാവ് വരുമ്പോൾ നിങ്ങളെ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കും. ഇന്ന് സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നമ്മളെ നയിക്കുമെന്ന് കേൾക്കുന്ന സമയത്ത് നമ്മൾ ചില ആളുകളൊക്കെ തമ്മിൽ ചോദിക്കും, സത്യമായിട്ട് നീ കണ്ടതാണോ എന്നൊക്കെ ചോദിക്കും. ആ സത്യത്തെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത്. സത്യത്തിൻ്റെ പൂർണ്ണത എന്ന് പറയുന്നത് എന്താണ് സത്യം എന്ന് ചോദിക്കുന്നതിന് ബൈബിൾ നൽകുന്ന ഉത്തരമുണ്ട്, വചനമാണ് സത്യം. അപ്പോൾ വചനമാകുന്ന സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക്, അല്ലെങ്കിൽ ദൈവം മനുഷ്യന് നൽകിയ തിരുവചനങ്ങളുടെ പൂർണ്ണമായ അർത്ഥം മനസ്സിലാക്കുവാനായിട്ട്, അതനുസരിച്ച് ജീവിക്കുവാൻ, അതിനനുസരിച്ച് മറ്റുള്ളവർക്ക് പഠിപ്പിക്കുവാൻ, മറ്റുള്ളവരെ ഉപദേശിക്കുവാനുള്ള അറിവും ജ്ഞാനവും നൽകി പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കും. അവൻ സ്വമേധയായിരിക്കില്ല സംസാരിക്കുക, അവൻ കേൾക്കുന്ന മാത്രം സംസാരിക്കും, വരാനിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കും. തുടർന്ന് പറയുകയാണ്, പരിശുദ്ധാത്മാവ് ഉള്ളിൽ കടന്നു വരുന്ന സമയത്ത്, ഒരു വ്യക്തിയിൽ പരിശുദ്ധാത്മാവ് കടന്നു വരുന്ന സമയത്ത് എന്താണ്, വരാനിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കും. വരാനിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കും എന്ന് പറയുന്ന സമയത്ത് പലപ്പോഴും നമുക്ക് തോന്നുന്നത്, ഇപ്പോൾ ധ്യാനമന്ദിരങ്ങളിലെ കരിസ്മാറ്റിക് ധ്യാനങ്ങൾ നടക്കുന്ന സമയത്ത് കൗൺസിലിങ്ങിന് പോകുമ്പോൾ പ്രത്യേകമായിട്ട് വരദാനങ്ങൾ ഉള്ള ആളുകൾ പ്രാർത്ഥിക്കുകയും നമ്മുടെ ജീവിതത്തിൽ മുൻപ് സംഭവിച്ചതും ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് ചില സൂചനകളും നിർദ്ദേശങ്ങളൊക്കെ നൽകും. ഇവിടെ പറയുന്ന ഇതിനെക്കുറിച്ചല്ല പറയുന്നത്. വരാനിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശുവിൻ്റെ രണ്ടാം വരവിനെക്കുറിച്ച്, യേശു വീണ്ടും വരും, മാറനാഥ എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ വെളിപാട് പുസ്തകം അവസാനിക്കുന്നത്. യേശുവിൻ്റെ രണ്ടാം വരവിനെക്കുറിച്ച്, രണ്ടാം വരവിൽ എന്ത് സംഭവിക്കുമെന്നും ലോകത്തിൻ്റെ ന്യായവിധിയെക്കുറിച്ചും ലോകത്തിൻ്റെ അവസാനത്തെക്കുറിച്ചൊക്കെയുള്ള പ്രബോധനങ്ങൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ ഉള്ളിൽ വരുമ്പോൾ അത് നിങ്ങളേക്ക് നൽകുകയും ചെയ്തു. ഇങ്ങനെ ആയിക്കഴിഞ്ഞിട്ട് അവസാനം പറയുകയാണ് 20-ാമത്തെ വാക്യം. ഞാൻ ഈ സ്കിപ്പ് ചെയ്ത് പോകുന്നൊക്കെ നിങ്ങൾ വായിച്ചാൽ മതി. 16-ാമത്തെ അധ്യായത്തിൽ 20-ാമത്തെ വാക്യത്തിൽ വരുന്ന സമയത്ത് പറയുന്നു, യേശു തൻ്റെ മരണത്തെക്കുറിച്ചാണ് സൂചനകൾ നൽകുന്നത്. ആ സൂചന കേൾക്കുന്ന സമയത്ത് നിങ്ങൾ ദുഃഖിതരാകും. ഇപ്പോൾ യേശു തൻ്റെ പ്രബോധനങ്ങളൊക്കെ പറയുന്ന സമയത്ത് യേശു തൻ്റെ മരിക്കുമെന്നുള്ള പൂർണ്ണമായ ബോധ്യത്തിലാണ് പല കാര്യങ്ങളും ശിഷ്യന്മാരെ പഠിപ്പിക്കുന്നത്. ആ പഠിപ്പിക്കുന്ന സമയത്ത് നിങ്ങൾ ദുഃഖിതരാകും. അതിനുശേഷം പറയാണ്, നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും. ഭൗമികമായ ഒരു മരണമൊക്കെ സംഭവിക്കുമ്പോൾ, ആരുടെ മരണമാണെങ്കിലും അത് ഭൗമികമായി നമുക്കൊരു ദുഃഖമുണ്ടാകും. എന്നാൽ ആ ദുഃഖമെല്ലാം സന്തോഷമായി മാറും. കാരണം നമുക്ക് നിത്യജീവനെക്കുറിച്ചൊരു പ്രകാശം കിട്ടുകയും നിത്യജീവനെക്കുറിച്ചിട്ടുള്ള ഒരു അറിവ് ലഭിക്കുന്ന സമയത്ത് ദുഃഖം സന്തോഷമായി മാറുന്നു. തുടർന്ന് 22-ാമത്തെ വാക്യം നമ്മളെങ്ങനെ പഠിക്കുന്നു, നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും, ആ സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുത്ത് കളയുകയുമില്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കടന്നു വന്നു കഴിഞ്ഞ സമയത്ത് നിങ്ങൾക്ക് സന്തോഷമുണ്ടാവുകയും, യഥാർത്ഥ സന്തോഷം, അത് സാധാരണ രീതിയിൽ നമുക്ക് ഈ ഭൂമിയിലായിരിക്കുന്ന സമയത്ത് പലതരത്തിലുള്ള സന്തോഷങ്ങളുണ്ടാകും. ചിക്കൻ ബിരിയാണി തിന്നുമ്പോൾ സന്തോഷം ഉണ്ടാകുന്നു, ഐസ്ക്രീം തിന്നുമ്പോൾ സന്തോഷം ഉണ്ടാകുന്നു, മിഠായി തിന്നുമ്പോൾ സന്തോഷം ഉണ്ടാകുന്നു, പായസം കുടിക്കുമ്പോൾ സന്തോഷം ഉണ്ടാകും, നല്ല വസ്ത്രങ്ങൾ ധരിക്കുമ്പോൾ, അല്ലെങ്കിൽ നല്ല ആഭരണങ്ങൾ ധരിക്കുമ്പോൾ, ഇല്ലെങ്കിൽ പലതരത്തിൽ സിനിമ കാണുമ്പോൾ, ഗാനമേള കേൾക്കുമ്പോൾ, എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാമിനൊക്കെ പോകുമ്പോൾ സന്തോഷമുണ്ടാകും. ഇത് അതുപോലത്തെ സന്തോഷത്തെക്കുറിച്ചല്ല പറയുന്നത്. നിത്യമായ സന്തോഷം, സ്വർഗീയമായ ഒരു ആനന്ദം, ഭൗതികമായ കാര്യങ്ങളെക്കുറിച്ചുള്ള ചിന്ത മനസ്സിൽ നിന്ന് പോവുകയും സർവ്വവിധ ആകുലതയും ഉത്കണ്ഠയും ഭയവും പരാജയ ചിന്തയും അസ്വസ്ഥയൊക്കെ മാറിപ്പോയി യഥാർത്ഥ സന്തോഷം അനുഭവവേദ്യമായി മാറും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിൽ വരുന്ന സമയത്ത് നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും. വചനം ഇങ്ങനെ പഠിപ്പിക്കുന്നു, 16-22, അപ്പോൾ നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും, നിങ്ങളുടെ ആ സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുത്ത് കളയുകയുമില്ല.
നമുക്ക് കണ്ണുകളടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹപിതാവായ ദൈവമേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ഉള്ളിലേക്ക് കടന്നു വരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങളുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവ് ഞങ്ങളിലേക്ക് അയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് കടന്നു വന്ന് ഞങ്ങളെ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ച് പഠിപ്പിക്കുകയും ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് ആഴമായ ബോധ്യം നൽകി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ രണ്ടാം വരവിൽ സംഭവിക്കാനുള്ള കാര്യങ്ങളൊക്കെ യാഥാർത്ഥ്യമാണെന്നുള്ളൊരു ബോധ്യം ഞങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ മരണത്തെക്കുറിച്ച് ശിഷ്യന്മാരോട് പറഞ്ഞ സമയത്ത് ശിഷ്യന്മാർ ദുഃഖിച്ചു. യേശു അവരോട് പറഞ്ഞത് നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറുമെന്ന്. ഈ ഭൗതിക ലോകത്ത് ജീവിക്കുന്ന സമയത്ത്, ആത്മീയ പ്രവർത്തനം ചെയ്യുന്ന സമയത്ത് പലവിധ വിമർശനങ്ങളും കുറ്റപ്പെടുത്തലുകളും അധിക്ഷേപങ്ങളൊക്കെ കേൾക്കുന്ന സമയത്ത് മനസ്സ് തകർന്നു പോയ നിരവധി ശുശ്രൂഷകരുണ്ട്. കർത്താവെ, ആ ശുശ്രൂഷകരുടെ എല്ലാം ദുഃഖം സന്തോഷമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, യേശുവിനെ രണ്ടാം വരവിൽ കണ്ടുമുട്ടുന്ന സമയത്ത് കർത്താവെ, ഞങ്ങളുടെ ഹൃദയം ആനന്ദിക്കുവാനും ആ സന്തോഷം ആർക്കും ഞങ്ങളിൽ നിന്ന് എടുത്തു മാറ്റാൻ കഴിയുകയില്ല എന്ന ഉറച്ച ബോധ്യം ഞങ്ങൾക്ക് നൽകുകയും ഞങ്ങളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുകയും കർത്താവെ, ഞങ്ങളൊരു പുതിയൊരു സൃഷ്ടിയാക്കി മാറ്റുകയും ചെയ്യണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിച്ച് ആശീർവദിച്ച് വഴി നടത്തുന്നതിന് ഓർത്ത് ദൈവമേ, ഞങ്ങളങ്ങയോട് നന്ദി പറയുകയും ചെയ്യുന്നു. ആമേൻ.